എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ ജർമ്മിയ സോൾജിയേഴ്സിനെ ആയിരിക്കും കാണിക്കുക. ആക്ച്വലി സയന്റിഫിക് ടെക്നിക്കൊക്കെ ഉപയോഗിച്ചാണ് അവരെ ഹ്യൂമൻസുമായിട്ട് കമ്പൈൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്തത്. അവർക്ക് യാതൊരു തരത്തിലുള്ള ഇമോഷൻസും ഇല്ല. വിങ് സ്മോക്ക് ഫാമിലി അവരെന്തു പറയുന്നു, എന്ത് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു അതനുസരിച്ച് പ്രവർത്തിക്കുന്ന റോബോട്ട്സ് മാത്രമാണ് അവറ്റകൾ. സോ അവരുടെ മുൻപിൽ എന്നോ വയസ്സായവരെന്നോ കുഞ്ഞുങ്ങളെന്നോ അങ്ങനെ ഒന്നുമില്ല. പ്രതിബന്ധമായിട്ട് ആര് വന്നാലും അവരവരെ എല്ലാവരെയും വെട്ടിത്തെറിപ്പിച്ച് വിജയം നേടിക്കൊടുക്കും. ഇതിനെ തകർക്കണം, കീഴടക്കണം എന്നൊരു ചിന്ത മാത്രമാണ് അവറ്റകൾക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വിൻസ്മോക്ക് അത്തരത്തിൽ ഇമോഷൻസ് ഇല്ലാത്ത ഒരുപാട് സോൾജേഴ്സിനെ ക്രിയേറ്റ് ചെയ്തത്. സോൾജേഴ്സ് ഇപ്രകാരം ചിന്തിക്കുമ്പോൾ അതിന്റെ എല്ലാം തലപ്പത്തിരിക്കുന്ന വിൻസ്മോക്കും അവന്റെ മക്കളും അവരുടെ നേച്ചർ അതിലും മോശമാണ്. സാഞ്ചിക്ക് അതുകൊണ്ട് തന്നെയാണ് ഫാമിലിയോട് എപ്പോഴും ഒരകൽച്ചയും ഇഷ്ടക്കേടും വെറുപ്പും ഒക്കെ തോന്നുന്നത്. അത്രയധികം ബാഡായിട്ടുള്ള കാര്യങ്ങൾ അവന്റെ ഫാമിലി ചെയ്യുന്നുണ്ട്. അവനും അതിന്റെ ഒരു വ്യക്തിമാണ്. സോ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് അവൻ അങ്ങനെ നിൽക്കും. സാഞ്ചിക്ക് ഒരിക്കലും അങ്ങനെ മാറാനായിട്ട് കഴിയില്ല. അവൻ അതിന് താല്പര്യമില്ല. അതുകൊണ്ടാണ് ആ ഒരു സ്യൂട്ടിന്റെ ടിന്ന് അവൻ നിലത്തിട്ട് ചവിട്ടി പൊട്ടിച്ചത്. പക്ഷെ അതിൽ കൺട്രോൾ പോയ ഒരാളുണ്ട്, സാക്ഷാൽ ക്വീൻ. അവനാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, എന്റെ ഒരുപാട് നേരത്തെ ആഗ്രഹമായിരുന്നു ആ സ്യൂട്ട് ഇട്ട് നിന്നെ ഒന്ന് കാണാൻ. പക്ഷെ നീ എന്റെ ആഗ്രഹം അത് കാറ്റിൽ പറത്തി ആ ഒരു സ്യൂട്ട് നശിപ്പിച്ചു കളഞ്ഞു. നിങ്ങൾ വിൻസ്മോക്ക് ഫാമിലിയിലുള്ളവർ ഹാർട്ട് പോലും സയന്റിഫിക് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് എന്റെ റിക്വസ്റ്റ് നീ കേൾക്കാതിരുന്നതെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ സാഞ്ചിയെ അറ്റാക്ക് ചെയ്യും. ഇതിനാണെങ്കിൽ ഭീമൊക്കെ ഉപയോഗിച്ച് അവനെ അറ്റാക്ക് ചെയ്യേണ്ട താമസം അവനാണെങ്കിൽ ജീവനം കൊണ്ട് ഓടുകയാണ്. അവൾക്ക് ഇത്രയും പവർ ഉണ്ടെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. കട്ട് ചെയ്താ അബദ്ധത്തിൽ അടിച്ച ആ ഒരു പെൺകുട്ടി, അവളാണെങ്കിൽ ഇപ്പൊ മുറിവ് പറ്റിയ സ്ഥലത്ത് ബാൻഡേജും മെഡിസിനൊക്കെ വെച്ച് ഒരു ഭാഗത്ത് റിലാക്സ് ചെയ്യാണ്. അവളോടൊപ്പം അവളുടെ പെറ്റ് ഒരു എലിക്കുഞ്ഞുണ്ട്. അവളാണെങ്കിൽ ഒരു സെക്കൻഡ് ഇപ്പൊ സാഞ്ചിയെ കുറിച്ച് ആലോചിക്കും. അവൻ അവളെ അടിച്ച് തെറിപ്പിച്ചതും അവൾ പേടിച്ച് ഒരു ഭാഗത്തേക്ക് പോയിരുന്നതും അതിനുശേഷം സാഞ്ചി അവൻ അവളുടെ അടുത്തേക്ക് വന്ന് മാപ്പ് പറഞ്ഞതും എല്ലാം തന്നെ. അവനാണെങ്കിൽ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തു, ഐ എം സോറി, ഞാൻ അറിയാതെ ചെയ്തതാണ്, ഞാൻ ഒരിക്കലും സ്ത്രീകളെ ഉപദ്രവിക്കില്ല, ഞാൻ ചെയ്ത തെറ്റിന് നീ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് അവൻ ഒരുപാട് ബഗ് ചെയ്തു. പക്ഷെ അവളാണെങ്കിൽ അവനോടൊന്നും സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല. മറ്റുള്ളവര് അവനെ ഒരുപാട് ചീത്ത വിളിച്ച് ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ചതിന്റെ പേരിൽ കയ്യിലുണ്ടായിരുന്ന കുപ്പിയും കല്ലും കമ്പും ഒക്കെ തന്നെ അവന്റെ ദേഹത്തേക്ക് വലിച്ചെറിഞ്ഞ് ആ ഡോറ് വലിച്ചടച്ചു. അവൾക്കാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഓർക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് വിഷമം തോന്നും. അതേസമയം ഇപ്പോൾ അവളുടെ മുറിവിലേക്ക് നോക്കും. ഇപ്പൊ ബ്ലീഡിംഗ് ഒക്കെ സ്റ്റോപ്പായി അവൾ ഓക്കെ ആയിരിക്കുകയാണ്. അവൾ അങ്ങനെ ഒരുപാട് വിഷമത്തില് സാഞ്ചിയെ കുറിച്ച് ആലോചിച്ച് നിൽക്കുമ്പോഴായിരിക്കും ക്വീനിന്റെയും സാഞ്ചിയുടെ ഫൈറ്റില് ആ ഒരിടം മുഴുവനായിട്ട് കിടുങ്ങി വിറയ്ക്കുക. മാത്രമല്ല പിന്നെ റൂഫ് തകർന്ന് വീഴാനായിട്ട് തുടങ്ങും. അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ഇപ്പൊ അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ഉഷാറായിട്ട് മുൻപോട്ടേക്ക് ഓടും. പക്ഷേ കിട്ടിയ പെൺകുട്ടി അവളാണെങ്കിൽ അവിടെ എന്തോ തിരയാണ്. ചുറ്റുമുള്ളവർ എന്താ ചോദിക്കും, അതിന് അവള് പറയും, എന്റെ പെറ്റ് എലി അതിനെ കാണാനില്ല. അവരാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നീ ഇത് കാണുന്നില്ലേ, അവിടെ വലിയ ഫോഴ്സിൽ ഫൈറ്റ് നടക്കുകയാണ്, ഇനി അവിടെ നിന്നാ തീർച്ചയായിട്ടും നമ്മൾ മരണപ്പെടും. പിന്നെ അവളാണെങ്കിൽ അടിച്ചു പറയും, എനിക്ക് എന്റെ പെറ്റില്ലാതെ എവിടേക്കും വരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആ ഫൈറ്റ് നടക്കുന്ന ഭാഗത്തേക്ക് അതിനെ അന്വേഷിച്ച് പോവാണ്. കട്ട് ചെയ്ത ഇവിടെ ക്വീൻ അവളുടെ സർവ്വ സ്ട്രെങ്തും എടുത്ത് സാഞ്ചി ആഞ്ഞടിക്കുകയാണ്. ഓറും അറ്റാക്കിംഗ് സ്റ്റൈലൊക്കെ കാണുമ്പോൾ അവന് വിൻസ്മോക്കിന് ഓർമ്മ വരും. സാഞ്ചിയുടെ ബോഡിയിൽ ഒരുപാട് ഇമ്പാക്ട്സ് ഒക്കെ ഏൽക്കും. പക്ഷെ അവനാണെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് അതെല്ലാം തന്നെ ഹീൽ ചെയ്യാണ്. ഇവിടെ ക്വീൻ വിളിച്ചു പറയും, വിൻസ്മോക്ക് ഫാമിലിയിലെ സയന്റിഫിക് ടെക്നിക്സിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. അതിനാവശ്യമായിട്ടുള്ള കൗണ്ടർ അറ്റാക്കും ഡിഫൻസും എല്ലാം തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. നീ അത്തരത്തിൽ നിങ്ങളുടെ വിൻസ്മോക്ക് ഫാമിലിയുടെ ആ ഒരു പവർ അതുപയോഗിച്ച് അറ്റാക്ക് ചെയ്താൽ മാത്രമേ എന്റെ സയന്റിഫിക് ടെക്നിക്ക് ഉപയോഗിച്ച് അതിനെ ഡിഫീറ്റ് ചെയ്ത് എല്ലാവരുടെയും മുൻപിൽ വിൻസ്മോക്ക് ഫാമിലിയുടെ ആ ഒരു സയന്റിഫിക് ടെക്നിക്ക് അത് എന്റെ മുൻപിൽ ഒന്നുമല്ല എന്ന് തെളിയിക്കാൻ കഴിയും. അതിനുവേണ്ടിയാണ് നിന്നോട് ഞാൻ ആ സ്യൂട്ട് ഇട്ട് ഫൈറ്റ് ചെയ്യാൻ പറഞ്ഞേ. ഇനിയും വിൻസ്മോക്ക് ഫാമിലിയുടെ സയന്റിഫിക് ടെക്നിക്ക് അതുപയോഗിച്ച് ഫൈറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഞാൻ നിന്നെ ബ്രൂട്ടലായിട്ട് തല്ലിക്കൊല്ലും. ക്വീൻ ആണെങ്കിൽ സാഞ്ചിയെ പിടിച്ചു വലിച്ച് യോഞ്ചി എങ്ങനെയാണോ അവനെ അറ്റാക്ക് ചെയ്യണേ അതുപോലെ തന്നെ തൂക്കി നിലത്തടിക്കുകയാണ്. അതിൽ കൺട്രോൾ പോയി സാഞ്ചി ആണെങ്കിൽ ക്വീനിന് വാണിംഗ് കൊടുക്കും, മര്യാദയ്ക്ക് എന്നെ വെറുതെ വിടുന്നതാണ് നിനക്ക് നല്ലത്, അതല്ല എങ്കിൽ വിൻസ്മോക്കിന്റെ പവർ ഇല്ലാതെ തന്നെ നിന്നെ ഞാൻ തല്ലിക്കൊല്ലും. ആണെങ്കിൽ തീർത്തു പറയും, നീ ആ സ്യൂട്ട് ഇട്ട് എന്നോട് ഫൈറ്റ് ചെയ്യാതെ നിന്നെ ഞാൻ വെറുതെ വിടില്ലെന്ന് പറഞ്ഞ് അവനെ ആഞ്ഞടിക്കാൻ ശ്രമിക്കും. സാഞ്ചി ഒരു കൈ അതങ്ങനെ വെട്ടിത്തെറിപ്പിച്ച് ഇപ്പൊ പാഞ്ഞു വന്ന് ക്വീനെ അറഞ്ചം അടിക്കുകയാണ്. അങ്ങനെ ഒരു അറ്റാക്ക് അത് ക്വീൻ പ്രതീക്ഷിച്ചില്ല. സാഞ്ചി ആണെങ്കിൽ ഇപ്പൊ ക്വീനെ അങ്ങനെ ഉരുട്ടിവിടും. അതിനുശേഷം ക്വീനോട് പറയും, നീ ഒരുപാട് നേരമായി ഫൈറ്റ് ചെയ്യുന്നു, ഇപ്പൊ നീ വീക്കാണെന്ന് എനിക്കറിയാം, ഈസി ആയിട്ട് നിന്നെ ഞാൻ നോക്കൗട്ട് ചെയ്യുന്നു പറഞ്ഞ് സാഞ്ചി ആണെങ്കിൽ ഇപ്പൊ ക്വീനിന് നേരെ നടന്നെടുക്കും. ക്വീനാണെങ്കിൽ അപ്പോഴും സിമ്പിൾ ആയിട്ട് പറയും, നീ നിന്റെ പപ്പയുടെ പവറും നിന്റെ പവറും ഒക്കെ കമ്പൈൻ ചെയ്ത് എന്നെ അറ്റാക്ക് ചെയ്താലും അതിനെ എല്ലാം ഫേസ് ചെയ്യാനും ഈ അറ്റാക്ക് ചെയ്യാനുമുള്ള കഴിവും സ്കില്ലും ടെക്നോളജിയും എന്റെ പക്കലുണ്ടെന്ന് പറയും. അത് കേട്ട് സാഞ്ചി അവനവന്റെ ബോഡി മുഴുവൻ ഫയറാക്കി മാറ്റും. അടുത്ത നിമിഷം ക്വീൻ ആണെങ്കിൽ അവന്റെ ജയന്റ് രൂപം അതങ്ങനെ ഇൻവിസിബിൾ ചെയ്യാണ്.
സാഞ്ചിക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം, ഇതെങ്ങനെ സംഭവിച്ചു? ഇൻസ്മോക്ക് ക്രിയേറ്റ് ചെയ്യുന്നതും ആള് കണ്ടുപിടിച്ചതുമായിട്ടുള്ള എല്ലാ ടെക്നിക്കും ഇപ്പൊ ആ ക്വീനും ഉപയോഗിക്കുന്നുണ്ട്. എത്രയും വേഗം അവനെ കണ്ടെത്തണമെന്ന് പറഞ്ഞ് സാഞ്ചി ആണെങ്കിൽ കയ്യിൽ കിട്ടുന്ന ഓരോരോ സാധനങ്ങളായിട്ട് ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് അങ്ങനെ വലിച്ചെറിയും. ക്വീൻ ആണെങ്കിൽ പരിഹസിച്ച് ഓരോ ഭാഗത്തൂടെ വന്ന് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ സാഞ്ചിക്ക് അവന് ക്വീനെ കണ്ടെത്താനാവില്ല. സാഞ്ചി എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ തല താഴ്ച നിൽക്കുമ്പോഴായിരിക്കും ക്വീൻ അവന്റെ തൊട്ടു പുറകിൽ വന്ന് അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതിൽ സാഞ്ചി അവനാണെങ്കിൽ പെട്ടെന്നൊരു ബുദ്ധി വിളിച്ചുകൊണ്ടായി അവൻ ഇൻവിസിബിൾ ആവുകയാണ്. ആക്ച്വലി സ്റ്റെൽത്ത് മോഡ് ഉപയോഗിച്ച് അവൻ ഇൻവിസിബിൾ ആയതല്ല, മറിച്ച് നല്ല സ്പീഡിൽ ഓടി ഓടി ഇൻവിസിബിൾ ആയതാണ്. ക്വീനാണെങ്കിൽ ആ കാര്യം നന്നായിട്ട് പിടികിട്ടും. തീർച്ചയായിട്ടും കൊണ്ട് ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് നേരം അവന്റെ സ്ട്രെങ്ത് ഉപയോഗിച്ച് ഓടാനായിട്ട് കഴിയില്ല. അല്പസമയം ഓടി കഴിയുമ്പോൾ അവൻ ടയേർഡാവും. ഓൺ ദ സ്പോട്ട് അവൻ വിസിബിൾ ആവും. ആ സമയത്ത് ഞാൻ അവനെ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് ഇപ്പൊ ക്വീൻ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതേസമയം സാഞ്ചി ആണെങ്കിൽ സ്പീഡിൽ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അവനാണെങ്കിൽ എന്ത് ചെയ്യണം, എങ്ങനെ മുൻപോട്ടേക്ക് പോകണം എന്നറിയില്ല. കാര്യം അവന് ഉറപ്പുണ്ട്, ഒരുപാട് നേരം അവനെ കൊണ്ട് ഇങ്ങനെ ഓടാനായിട്ട് കഴിയില്ല. ഓട്ടം നിർത്തി കഴിഞ്ഞ ആ ക്വീൻ അവളുടെ പവർ ഉപയോഗിച്ച് അവനെ അറ്റാക്ക് ചെയ്യും. ഇത് ചെയ്യുന്നറിയാതെ അവൻ കൺഫ്യൂസ്ഡ് ആയിട്ട് ഓടുമ്പോഴായിരിക്കും ആ പെൺകുട്ടിയുടെ എലി അതിപ്പോ സ്പീഡിൽ ഓടി വന്ന് ക്വീന്റെ കാൽ കീഴിൽ നിൽക്കുക. അതിനെ ഫോളോ ചെയ്ത് ആ ഒരു പെൺകുട്ടി അവളും അവിടേക്ക് കടന്നു വരികയാണ്. ക്വീനാണെങ്കിൽ ആ പെൺകുട്ടിയെ കണ്ട് ദേഷ്യം അങ്ങനെ കൂട്ടി വരികയാണ്. ഓൾറെഡി ക്വീൻ നല്ല കലിപ്പിലാണ്. അതിന്റെ ഇടയിൽ ആ എലിയെയും അവളെയും കാണുമ്പോൾ ക്വീന്റെ കൺട്രോൾ പോവും. സാഞ്ചിക്ക് നന്നായിട്ട് അറിയാം ക്വീൻ അവിടെ എവിടെയോ ഉണ്ടെന്ന്. തീർച്ചയായിട്ടും അവളെ ഉപദ്രവിക്കാതിരിക്കില്ല. അവൻ ഒരു സെക്കൻഡ് അവളെ അടിച്ചതും അവൾ തെറിച്ചു പോയി വീണതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആലോചിക്കും. സാഞ്ചിക്ക് അവളെ കാണുമ്പോൾ വിശ്വസുന്ദരിയെ തന്നെയാണ് ഓർമ്മ വരിക. വിശ്വസുന്ദരിക്ക് ശേഷം അടുത്ത സൗന്ദര്യമുള്ള പെൺകുട്ടി അത് ഇവളാണ്. ക്വീൻ തീർച്ചയായിട്ടും അവളെ അറ്റാക്ക് ചെയ്യും. അതിനു മുൻപ് അവളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ അവളെ ലക്ഷ്യമാക്കി ഓടും. ഞാൻ കരുതുന്ന പോലെ എന്റെ മൈൻഡ് അതെന്റെ അച്ഛനെ പോലെയും ബ്രദേഴ്സിനെ പോലെയും ചേഞ്ച് ആയിട്ടില്ല. എന്റെ ബോഡിയും സ്ട്രെങ്ത്തും മാത്രമാണ് അത്തരത്തിൽ ചേഞ്ച് ആയത്. അത് ശരിക്കും എനിക്കൊരു അനുഗ്രഹമാണെന്ന് പറഞ്ഞ് അവനിപ്പോ അവളുടെ അടുത്തേക്ക് പാഞ്ഞടുക്കും. സാഞ്ചി ആണെങ്കിൽ കറക്റ്റായിട്ട് ഇപ്പോ ക്വീനെ ഒബ്സർവ് ചെയ്യും. അവന്റെ മൂവ്മെന്റ്സ് അത് മനസ്സിലാക്കിയ സാഞ്ചി അങ്ങനെ ചാടി വന്ന് ക്വീനെ ചവിട്ടി താഴെയിടും. അടുത്ത നിമിഷം ക്വീൻ ആണെങ്കിൽ വിസിബിൾ ആവുകയാണ്. സാഞ്ചി ആണെങ്കിൽ ആ എലിയെ കയ്യിലെടുത്ത് ആ പെൺകുട്ടിയെ ദൂരേക്ക് മാറ്റും. അതിനുശേഷം ക്വീനുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. ഇപ്പൊ സാഞ്ചിയുടെ ഫയർ അത് റെഡ് കളർ അല്ല, മറിച്ച് ബ്ലൂ കളറാണ്. ആണെങ്കിൽ അത് കാണുമ്പോൾ ഒരല്പം സന്തോഷം തോന്നും. കാരണം ഇപ്പൊ ജർമിയ 66ന്റെ പവർ അത് ഉപയോഗിച്ചാണ് സാഞ്ചി അറ്റാക്ക് ചെയ്യണേ. ക്വീൻ ആണെങ്കിൽ വീണ്ടും വീണ്ടും അവനെ ഇമോഷണലി ഡൗൺ ആക്കാനായിട്ട് ശ്രമിക്കും. നീ എത്രയൊക്കെ വേണ്ടാൻ ശ്രമിച്ചാലും നിന്റെ ഉള്ളിലെ ആ വിൻസ്മോക്കിന്റെ പവർ ഇതാണ് ഇപ്പൊ പുറത്തേക്ക് വരണേ. അതിന് സാഞ്ചി പറയും, എനിക്കതിൽ യാതൊരു കുഴപ്പമില്ല. എന്റെ പവർ അത് മ്യൂട്ടേറ്റ് ആയാലും ഞാനതിൽ വറീഡ് ആവില്ല. എനിക്ക് അവരുടെ നേച്ചർ അത് മാത്രമാണ് പ്രശ്നം. സോ അവരുടെ നേച്ചറിലേക്ക് ഞാൻ ഒരിക്കലും പോവില്ല. അവിടെ നിന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ രക്ഷപ്പെട്ടു പോയവനാണ് ഞാൻ. ഞാനൊരു നല്ല കുക്കാണ്. എനിക്കൊരു നല്ല മാസ്റ്ററും ഉണ്ട്. അവിടെ വെച്ചാണ് ലൂഫിയാൻ ടീം എന്നെ കണ്ടതും അവരുടെ കപ്പലിലേക്ക് ക്ഷണിച്ചതും. എനിക്കിപ്പോൾ എല്ലാത്തിലും വലുത് ലൂഫിയാൻ ടീമാണ്. അവർക്ക് വേണ്ടി എന്ത് റിസ്ക് എടുക്കാനും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അവന്റെ വിൻസ്മോക്ക് പവർ വെച്ച് തന്നെ പിടിച്ചു വലിച്ച് അങ്ങനെ തല്ലി തല്ലി കൊല്ലുകയാണ്. സാഞ്ചിയുടെ അവസാനത്തെ പഞ്ചില് ക്വീൻ ആണെങ്കിൽ ആ ചുമരുകളെല്ലാം തകർത്ത് നോർമലായി മാറി തെറിച്ചുപോയി അട്ടിച്ചു വീഴും. ക്വീനിന് അനക്കം ഉണ്ടാവില്ല. ഇവിടെ സാഞ്ചി ആ ഒരു എലിയെ ഇപ്പൊ ആ പെൺകുട്ടിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അവൾക്ക് മനസ്സിലാവും സാഞ്ചി അവൾ കരുതിയതുപോലെ ബാഡ് ആയിട്ടുള്ള പേഴ്സൺ അല്ല. അതുമാത്രമല്ല സാഞ്ചിക്കാണെങ്കിൽ ആ എലിയെ കാണുമ്പോൾ അവൻ ചെറുപ്പത്തിൽ എലിക്കും പൂച്ചയ്ക്കും ഒക്കെ തന്നെ കൊടുത്ത കാര്യങ്ങൾ അത് ഓർമ്മ വരും. അതിനർത്ഥം ഞാൻ എൻ്റെ മൈൻഡ് വൈസ് സൈബോർക്കായി മാറിയിട്ടില്ല. എൻ്റെ ബോഡി മാത്രമാണ് മ്യൂട്ടേറ്റഡ് ആയി സ്മോക്കിന്റെ പവർ കിട്ടിയത്. അത് ശരിക്കും ഒരു നല്ല കാര്യം തന്നെയാണെന്ന് പറഞ്ഞ് അവൻ ആശ്വസിക്കും. ഒരുപാട് ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ സാഞ്ചി ആണെങ്കിൽ അവന്റെ കംപ്ലീറ്റ് എനർജി സ്പോയിൽ ചെയ്ത് അങ്ങനെ അൺകോൺഷ്യസ് ആയി താഴേക്ക് വീഴുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.